ഇപ്പോൾ ഡൽഹിയിൽ വന്നത് കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ഇപ്പോൾ ഡൽഹിയിൽ പുതിയ കെ പി സി അധ്യക്ഷൻ ഇല്ലാത്ത കാര്യം അത്തരമൊരു ചർച്ച ഡൽഹിയിൽ നടക്കുന്നു പറഞ്ഞു. അതിന്റെ ഭാഗമാക്കാണോ തേജസ്വി? ഒരിക്കലും അല്ല. അങ്ങനെ ഒരു ലക്ഷ്യം ഞാനിപ്പോൾ ഡൽഹി വരുമ്പോഴില്ല. ഞാൻ നാളെ കേന്ദ്ര ടൂറിസം മന്ത്രിയായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നാളത്തേക്കാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കാണാനും കേരളത്തിൻ്റെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളും ഭാവിയിലേക്കുള്ള ആവശ്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതാണ് ഇപ്പോഴത്തെ യാത്രയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി അധ്യക്ഷൻ ഇല്ല, ഇപ്പം ഭരണമുണ്ട്. അപ്പോൾ ഇത്രയായിട്ട് മന്ത്രി തന്നെയാണ് കെ പി സി അധ്യക്ഷൻ. ഉടനെ കെ പി സി അധ്യക്ഷൻ വരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് വർക്കിംഗ് പ്രസിഡന്റ്. തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ തന്നെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി മറ്റ് ചുമതല ഏൽപ്പിക്കണമെന്ന് മറ്റൊരാളെ ചുമതല ഏൽപ്പിക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ഞാനും ശ്രീ എ പി അനിൽകുമാറും ഇപ്പോൾ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളും അതേ താല്പര്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം മുഴുവൻ സമയം നിൽക്കുന്ന ആളുകൾ ഈ ചുമതലയിലേക്ക് വരണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. ഇനി പാർട്ടിയുടെ നേതൃത്വം അതിൻ്റെ ഒരു പ്രോസസ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധികം വൈകാതെ കേരളത്തിലെ പി സി സിക്ക് പുതിയ അധ്യക്ഷനും പുതിയ സംവിധാനങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർന്നതുപോലെ കൂടുതൽ പേരുകളുള്ളതുകൊണ്ടാണോ ഈ ചർച്ച, ഈ തീരുമാനം പോകുന്നത്? അങ്ങനെയല്ല. കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു സമയം ഉണ്ടാകും. എല്ലാവരുമായിട്ടും കൂടിയാലോചനകൾ നടത്തണം. പാർട്ടി ഹൈക്കമാൻഡ് അതിനകത്ത് തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അത് സംബന്ധിച്ചിട്ടൊരു തീരുമാനം ഉണ്ടാകണം. ആ പ്രോസസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആ തീരുമാനം വൈകില്ല എന്ന് തന്നെയാണ്. ആ തീരുമാനം വൈകില്ല. തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തീരുമാനം വൈകില്ല.